Hi friends, welcome to Nubas share. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന്, ഹോസ്റ്റലിൽ ഇരിക്കുന്നവർക്ക്, പിന്നെ മടിയന്മാരെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 1/2 ലിറ്റർ പാലാണ് ചൂടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ 1/2 ലിറ്റർ പാക്കറ്റ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനായിട്ട് ഞാൻ എടുക്കുന്ന അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ഇൻസ്റ്റൻറ്റ് പായസ മിക്സാണ്. ഇത് നമുക്ക് കടകളിൽ അവൈലബിൾ ആണ്, പല ബ്രാൻഡുകളുടെയും ഉണ്ട്. ഈ ഒരു പാക്കറ്റിന് 55 രൂപയാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു 2-3 വട്ടമൊക്കെ പായസം വെക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ ഈ 1/2 ലിറ്റർ പാലിന് ഞാൻ 1 കപ്പ് ഇൻസ്റ്റൻറ്റ് മിക്സാണ് എടുക്കുന്നത്. ഇതിൽ നമ്മുടെ വെർമിസില്ലി ഉണ്ടാവും. ഇത് കൂടാണ്ട് തന്നെ അതിലുള്ള പഞ്ചസാര പൊടിച്ചത്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, റൈസിൻസ് എല്ലാം തന്നെ ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഏലക്ക എല്ലാം തന്നെ ഇതിൽ തന്നെ കാണും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ വാങ്ങിച്ച് ഇടേണ്ടതായിട്ടില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ കാര്യം കഴിയും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാലിന് 1 കപ്പ് ഇൻസ്റ്റൻറ്റ് മിക്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാല് ചൂടാക്കാൻ വെച്ച സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പാലൊന്ന് ചൂടാക്കിയെടുക്കാൻ. അപ്പോഴേ പാല് നന്നായിട്ടൊന്ന് വെന്ത് വരികയുള്ളൂ. ഈ പായസം ഉണ്ടാക്കാനായിട്ട് ടോട്ടൽ ഒരു 10 മിനിറ്റ് തന്നെ മതിയാകും. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരും. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് ഇൻസ്റ്റൻറ്റ് മിക്സും കൂടി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കാം, ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഈ പായസത്തിൽ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂടാനായിട്ട് നമുക്കൊരു ഇതിലോട്ടൊരു സീക്രട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ 4 ടീസ്പൂൺ പാൽപ്പൊടിയും 4 സ്പൂൺ വെള്ളവുമാണ് മിക്സാക്കി എടുക്കുന്നത്. ഇതിൽ നമ്മൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 4 സ്പൂൺ വെള്ളവും 4 സ്പൂൺ പാൽപ്പൊടിയും. ഇതിലോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പായസം തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇൻസ്റ്റൻറ്റ് മിക്സിൽ തന്നെ ആവശ്യത്തിന് പഞ്ചസാര ഉണ്ടാവും, പക്ഷെ എന്നാലും അതിന് മധുരം പോരാന്നുള്ളവർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പൊടിയും വെള്ളവും ചേർന്നിട്ടുള്ള മിശ്രിതം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 2 മിനിറ്റ് പാല് തിളപ്പിച്ചു, പിന്നെ അതിനുശേഷം നമ്മൾ ഇൻസ്റ്റൻറ്റ് മിക്സ് ഇട്ടു. ഇപ്പോൾ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഇൻസ്റ്റൻറ്റ് മിക്സിൻ്റെ അതിനൊരു പ്രത്യേക ഫ്ലേവർ, ഏലക്കട മണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ റോസ് എസൻസ് ഉണ്ടെങ്കിൽ ഒരു 1-2 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് സ്പൂൺ കണക്കിലൊന്നും ചേർക്കണ്ട, ഒരു 2 ഡ്രോപ്സ് തന്നെ ധാരാളം. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം അതായത് ടോട്ടലായിട്ട് 10 മിനിറ്റ്, നമ്മളൊരു 3-4 മിനിറ്റ് ഓൾറെഡി കുക്ക് ചെയ്തു. ഒരു 5-6 മിനിറ്റും കൂടി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാം. അപ്പോഴേ നന്നായിട്ടിത് വെന്ത് വരികയുള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നല്ല കുറുകിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പാല് നല്ല കുറുകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ പാൽപ്പൊടി മിക്സ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. പിന്നെ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻറ്റും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റൻറ്റ് മിക്സിൽ തന്നെ എല്ലാം അവൈലബിൾ ആയത് കാരണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടി കാണണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ മറക്കാണ്ട് ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.